രാമകൃഷ്ണൻ ഇപ്പൊ ആൾക്കാർ ഇത് കേൾക്കുമ്പോഴേ ഇപ്പൊ രാമകൃഷ്ണൻ ഒരു സൂയിസൈഡിലേക്കൊക്കെ ആലോചിച്ചിരുന്നൊരു നർത്തകനാണെന്ന് പറയുമ്പോൾ അത്രയും കടുത്തൊരു യാഥാർത്ഥ്യം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായോ? തീർച്ചയായും സാർ, ഒരുപാട് അനുഭവിച്ചു. കാരണം നമ്മൾ ഇത്രയും ജീവിതത്തിലൂടെ സഞ്ചരിച്ച് ഇത്രയും ബിരുദങ്ങൾ നമ്മൾ നേടിയെത്തിയിട്ടും നമുക്കിനി നാളെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപകാരമില്ലാതാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കേരളീയനായ ഞാൻ കേരളത്തിൻ്റെ ഒരു കലാരൂപമായ നൃത്തരൂപം പഠിക്കാൻ പറ്റില്ല, അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു മനോവിഷമം എത്ര വലുതാണെന്നറിയാമോ? അപ്പൊ ആ ഒരു വിഷമം തീർച്ചയായിട്ടും നമുക്ക് ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഭയങ്കര തന്നെ. അത് മാത്രമല്ല, നമ്മൾ സമൂഹത്തില് നുണ പറയുന്നു എന്നുള്ളൊരു വസ്തുതയിൽ ഇപ്പൊ നമ്മൾ വളരെ താഴേക്കിടയിൽ നിന്ന് നമ്മുടെ അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരാണ്. അവർ ഞങ്ങൾക്കൊരു ഇൻസ്ട്രക്ഷൻ തരാൻ സമയമില്ല. നേരം വെളുക്കുമ്പോഴേക്കും അവർ പണിക്ക് പോവാണ്, കൂലിപ്പണിക്ക് പോവാണ്. അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് കല ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല പഠിക്കാൻ പോയിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോൾ ഇവിടെ നിനക്ക് ഇതിന് അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളുമ്പോഴുണ്ടാകുന്ന ഒരു വേദന ഇപ്പോഴും ഞാൻ അല്ല പൊതു രംഗത്ത് ഉണ്ടാവുന്നതാ. അപ്പൊ ആദ്യത്തെ ഭീകരമായ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അതായിരുന്നു ശരിക്കും. പിന്നെയാണ് ഇങ്ങനെ ഇത് മോഹിനിയാട്ടത്തിന് ചേരാൻ തുടങ്ങിയ കാലം മുതൽക്കേ ഇങ്ങനെ അനുഭവിച്ച് കഠിനമായ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ആണോ ഇങ്ങനൊരു ഇനിയിപ്പോ അവസാനിപ്പിച്ച് കളയാം ജീവിതം വേണ്ട എന്നൊക്കെ ആലോചിച്ചത്? അതിൽ സാർ ഇതുപോലെ തന്നെ നമ്മളെ ഒരു വലിയ അറ്റാക്ക്, അതായത് അവിടെ അക്കാഡമിയിൽ നിന്ന് നമ്മൾ പറയുന്നത് നുണയാണ്, ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഇന്റർവ്യൂവിന് പോയപ്പോഴോ ഞാൻ അവിടെ അപ്ലൈ ചെയ്യും. അവിടെ പോയി ഇൻസിഡന്റ് ഉണ്ടായല്ലോ. അല്ല, അക്കാഡമിയാണ്, സംഗീത അക്കാദമിയിൽ. ഞാൻ അവിടെ ഒരു കോവിഡ് കാലത്ത് ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് നിർദ്ധരായ കലാകാരന്മാർക്ക് കോവിഡ് കാലത്ത് പെർഫോമൻസ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് പത്രത്തിൽ കണ്ടപ്പോൾ ഞാനത് വാങ്ങിക്കാൻ എന്താണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാൻ വേണ്ടി പോയതാണ് അവിടേക്ക്. അപ്പോൾ പറഞ്ഞോട് അപേക്ഷ കൊടുക്കണം. അപ്പോൾ KPS ലളിത ചേച്ചിയുമായിട്ട് സംസാരിച്ചു ഫോണിലൂടെ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അപേക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല വളരെയധികം മോശമായിട്ട് സംസാരിക്കും, നല്ല വിഷമത്തോടു കൂടി തിരിച്ചു പോകുന്നത്. അവസാനം എന്താ പറയാ, ഇത് ഇങ്ങനെ ഒട്ടും പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ചിന്താഗതി അത് അവിടെ വന്നു പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ടില്ല എന്നും ഇങ്ങനൊരു അപേക്ഷ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രമാധ്യമങ്ങൾക്ക് എഴുതി കൊടുത്തു. അത് കേട്ടപ്പോൾ നമുക്ക് അവസരവുമില്ല, നമ്മൾ നാളെ സമൂഹത്തിന്റെ മുമ്പിൽ വലിയൊരു നുണയനായിട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടാവുന്നൊരു എന്താ പറയാ, ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം സാറേ? സത്യസന്ധമായി വളർന്നിട്ട് നമുക്ക് അവിടെ സത്യത്തിന് വിലയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ ശരിക്കും എനിക്ക് ആദ്യം തോന്നിയത് എന്താ ഒരു ഇരുട്ട് കയറുന്ന പോലെ തോന്നി. തീർച്ചയായിട്ടും അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ അതെല്ലാം നമ്മൾ പറഞ്ഞത് ശരിയാണെന്നുള്ള അർത്ഥത്തിലേക്ക് രാമകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്, ഇനി ഞാൻ പ്രശ്നങ്ങൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി സ്റ്റേറ്റ്മെന്റ്